3 പതിറ്റാണ്ടിലേറെയായി UAE-യിലുള്ളവർക്ക് സുപരിചിതനാണ് പ്രവാസി വ്യവസായിയായ തലശ്ശേരി സ്വദേശി അബ്ദുള്ള നൂറുദ്ദീൻ. പ്രവാസി വ്യവസായി എന്നതിനുമപ്പുറം വിൻറ്റേജ് കാറുകളുടെ തോഴൻ എന്ന രീതിയിലാണ് കൂടുതൽ പേർക്കും ഇദ്ദേഹത്തെ പരിചയം. കാണാം അബ്ദുള്ള നൂറുദ്ദീൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. മുപ്പത്തിനാല് വർഷം മുൻപാണ് തലശ്ശേരിയിൽ നിന്നും ജീവിതത്തിന്റെ പച്ചപ്പ് തേടി അബ്ദുള്ള നൂറുദ്ദീൻ UAE-യിൽ കടൽ കടന്നെത്തിയത്. പിന്നീട് ജീവിതവുമായി പടവെട്ടിയാണ് ഇന്ന് ഈ കാണുന്നതെല്ലാം അബ്ദുള്ള നൂറുദ്ദീൻ സ്വന്തമാക്കിയത്. എല്ലാ തിരക്കുകൾക്കിടയിലും വിന്റേജ് കാറുകളോടുള്ള ഭ്രമമാണ് ഈ മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പഴമയെ കൂട്ടുപിടിച്ച് യാത്ര ചെയ്യാൻ ഏറെ ഇഷ്ടമാണ് ഇദ്ദേഹത്തിന്. മറ്റൊന്നുമല്ല, എല്ലാ മനുഷ്യരും പുതിയത് മാത്രം തേടിപ്പോകുന്ന ഈ കാലത്ത് പഴയതിനെ തേടിക്കണ്ടെത്താനുള്ള ശ്രമങ്ങളിലായിരുന്നു അദ്ദേഹം. നമ്മളെ ഉമ്മാൻ്റെ ഉമ്മയും മാതാപിതാക്കളെല്ലാം ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് കാലത്തുള്ള ചിമ്മിണി കത്തിക്കുക, അല്ലെങ്കിൽ ആ ഫാന്, അല്ലെങ്കിൽ ഇത് ഈ കണ്ടില്ല ഈ ഫോണ്, നമ്മളിത് മുമ്പൊക്കെ ഇതെടുത്തിട്ട് 180 ആദ്യം വിളിക്കുക, എന്നിട്ടൊന്ന് ഈ നമ്പർ കണക്ട് ചെയ്യുന്ന പറയാം. അന്ന് 4 ഡിജിറ്റേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരു നമ്മുടെ മനസ്സിനകത്ത് ഇതൊക്കെ മുമ്പേ ഉണ്ട്. അപ്പം അത് വീണ്ടും ഒന്നുകൂടി അതിലേക്ക് കൊണ്ടുവരണം, അതിലേക്ക് പോകണം, ആ പഴയ ഓർമ്മകളെല്ലാം അയവിറക്കണം. ഞാൻ ഇന്നലെ എൻ്റെ പെങ്ങളെ ഭർത്താവ്, എൻ്റെ മൂത്ത സിസ്റ്റേഴ്സ് അവരൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോഴുള്ള എന്താ അനുഭൂതി എന്നറിയാം. കാരണം നമ്മളിതൊക്കെ കണ്ടിട്ടാണല്ലോ വളർന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഇത് ശേഖരിക്കാൻ വേണ്ടി അമേരിക്കയിലും യൂറോപ്പിലും എല്ലാം പോയിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവരുന്നത്. ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇത് കണ്ടില്ല, ഈ ടൈപ്പ് റൈറ്റർ ഒരു 50 കൊല്ലത്തിന് മേലെ പഴക്കമുള്ളതായത്. ഇത് ഞാൻ കൊണ്ടുവന്നത് US നിന്നാണ്. ഈ ഫോൺ കൊണ്ടുവന്നത് US നിന്നാണ്. ചിലപ്പോൾ നമ്മളെ നാട്ടിൽ കിട്ടുമായിരിക്കും, പക്ഷേ ഞാൻ അധികം അമേരിക്കയിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അവിടെ നിന്നാണ് അധിക സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഇവിടെ കണ്ടില്ലേ ഈ റേഡിയോസ്, ഈ ക്യാമറ, ഇതൊക്കെ വളരെ വളരെ പഴക്കമുള്ളത്. അന്നത്തെ ഫ്ലാഷാണിത്. ഇങ്ങനെ നിന്നിട്ട് നോക്കിയിട്ടാണ് ഇത് എടുക്കുന്നത്. പിന്നെ ഈ വീഡിയോ ക്യാമറ, ഇതൊന്നും ഇപ്പോഴത്തെ പുതിയ ആളുകൾക്കൊന്നും അറിയില്ലായിരിക്കും ഇതെന്താ സാധനം എന്നുള്ളത്. പഴയ റേഡിയോകൾ, പിന്നെ ടൈം പീസ്, ഇതെല്ലാം. അതുകൂടാതെ ഈ നമ്പർ പ്ലേറ്റൊക്കെ കാറിൻ്റെ നമ്പർ പ്ലേറ്റാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ, അരിസോണ ഗവൺമെൻറ്റിൻ്റെ നമ്പർ പ്ലേറ്റാണ്. ഇതൊക്കെ അമേരിക്കയിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും, ഇങ്ങനെയുള്ള കുറേ നമ്പർ പ്ലേറ്റ്സ്. ഇതെല്ലാം ഞാൻ അവിടെ പോയിട്ട് വരുമ്പോൾ മറ്റുള്ള സാധനങ്ങളൊക്കെ, മറ്റുള്ള ആളുകൾ പല സാധനങ്ങളും കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ നോക്കിയിട്ട് നടക്കുക. അതാണ് എൻ്റെ ഒരു രീതിയും ഒരു ആഗ്രഹവും. ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും ക്ലാസിക് കാറുകൾ തേടിപ്പിടിച്ച് വാങ്ങിക്കൂട്ടും. ക്ലാസിക് കാറുകളോടുള്ള പ്രണയം മരുമകൻ ഈസയോടാണ് ആദ്യം പങ്കുവെച്ചു തുടങ്ങിയത്. പിന്നീട് മരുമകൻ ഈസയും മകൻ സഫ്വാനും ചേർന്ന് ദുബായ് നഗരത്തിൽ സൃഷ്ടിച്ചത് ചരിത്രമായിരുന്നു.
കാറ് ഇതും USA തന്നെ ബുയിക്ക് എന്ന് പറയുന്ന ഒരു കാറായിരുന്നു. ഇതും വളരെ മുമ്പുള്ള കാറാണ്. ഈ കാർ ഇപ്പോഴും മാർക്കറ്റിൽ വരുന്നുണ്ട്. ഈ കാറിൻ്റെ ഇയർ 1971. ഈ പ്രത്യേകിച്ച് ഈ കാർ എടുക്കാൻ കാരണം ഇതൊരു മൂവിയിലുള്ള കാറായിരുന്നു. ഒരു ഇംഗ്ലീഷ് മൂവിയിലും ഒരു ഇംഗ്ലീഷ് സീരിയലിലുള്ള കാറായിരുന്നു. ആ കാറിന് വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും മോഡിഫൈ ചെയ്തിരിക്കുന്നത് അകത്തുനിന്ന്. വണ്ടി പഴയതാണെങ്കിലും ഇതിൻ്റെ ഗിയർ ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിലും ഈ ബട്ടൺ ഇല്ലായിരുന്നു. പക്ഷേ ഇത് ഈ ബട്ടണിലേക്ക് മാറ്റിയതായിരുന്നു. ഇറ്റ്സ് എ മസിൽ കാർ, വെരി റെയർ കാർ. ഒരുപാട് ആരാധകരുള്ള കാറാണിത്. ആ മൂവിക്ക് വേണ്ടി മോഡിഫൈ ചെയ്ത് $100,000 ചിലവാക്കിയിട്ട് മോഡിഫൈ ചെയ്ത കാറായിരുന്നു. ഇത് എന്നെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, പിന്നെ നമുക്ക് ഒരു ഷൂട്ടിന് തരുമോ ഇതാന്ന്. ഞാൻ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇനി കൊടുക്കുന്നതിന് തെറ്റില്ല എന്നുള്ളത്. കാരണം ഒരാൾക്ക് അവർക്കത് കാണിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. പിന്നെ അതുകൂടാതെ നമ്മളെ വണ്ടിയാണല്ലോ. അപ്പം ഇത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകൾ നോക്കുന്നുണ്ട്. ഞാൻ ആര് വന്നു കഴിഞ്ഞാൽ ഇതിൽ കയറണം അല്ലെങ്കിൽ നോക്കണം, ഫോട്ടോ എടുക്കണം എന്ന് ഞാൻ ഒരാളെയും റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല. എല്ലാവരെയും അനുവദിക്കാറുണ്ട്. കാരണം അവർ കാണാത്തൊരു സാധനം കാണുമ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ചുരുക്കം പറയുകയാണെങ്കിൽ ഗൾഫിൽ 34 വർഷമായി. അതിനു മുമ്പേ നാട്ടിൽ നിന്നേ ഉള്ളതാണ് ഈ വണ്ടിയോടുള്ള ഭ്രമം. നാട്ടിലും എനിക്ക് പെനൻറ്റ്, ഹെറാൾഡ്, മോറിസ് മൈനർ ഇതുപോലെയുള്ള കാറുകൾ ഒരു 35 വർഷം മുമ്പേ ഞാൻ നാട്ടിൽ നിന്നും കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അതെല്ലാം ഒന്ന് തണുപ്പിച്ച് വെച്ചു. ജോലിയും ഇതൊക്കെയായി. പിന്നെ ഏകദേശം ഇപ്പോൾ നല്ലൊരു എന്താ പറയുക, റിലാക്സ് മോഡിൽ വന്നതിന് ശേഷമാണ് പിന്നെ ഇനിയും പഴയത് ഒന്നുകൂടി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഈ കാറിൻ്റെ ഭ്രമത്തിലേക്ക് വന്നത്. അങ്ങനെ ഞാൻ എൻ്റെ മകൻ അമേരിക്കയിലുള്ള അവനോട് പറയുകയും വെറൈറ്റി കാറുകൾ, അതായത് വെറും ലിമിറ്റഡ് ആയിട്ടുള്ള കാറുകൾ, അധികം എല്ലാവരുടെ അടുത്ത് ഇല്ലാത്ത കാറുകൾ വേണമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മകളുടെ ഭർത്താവും ഇവിടുന്ന് എൻ്റെ മകന് അമേരിക്കയിലുള്ള മകനുമായി ബന്ധപ്പെട്ട് ഓരോ കാറുകളായി സെർച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു കളക്ഷനിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് കോർവെറ്റ്, ഷെവ്രലെ കോർവെറ്റ് 1958 മോഡലായത്. ഇത് C1 ഇതിന് പറയാം, ഫസ്റ്റ് ജനറേഷൻ. ഇപ്പോഴ് അത് എത്തി നിൽക്കുന്നത് 2024 ആകുമ്പോഴേക്കും C8 എത്തിയിരിക്കുകയാണ്. C1, C2, C3 അങ്ങനെ വന്നിട്ട്. പക്ഷേ ഈ ഫസ്റ്റ് ജനറേഷൻ ആയതുകൊണ്ട് തന്നെ അമേരിക്കൻ മിലിറ്ററീസും എല്ലാം ആ കാലഘട്ടത്തിൽ അവർ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ഒരു വണ്ടി. ഇത് വെറും 2 സീറ്റർ മാത്രമുള്ള ഒരു മസിൽ കാർ. അതാണ് ഈ കാറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് റോഡിൽ എപ്പോഴും പോകുമ്പോഴും ആളുകൾ ഇത് ഒന്ന് ഹെഡ് ടേണർ എന്നതിന് പറയും. ആരൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞ് നോക്കാതെ പോകത്തില്ല. ഇപ്പോഴത്തെ പുതിയ വണ്ടികളൊക്കെ കൊണ്ടുപോകുന്നതിന് ആരും അത്ര നോക്കാറില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാറുകൾ കാണുമ്പോഴാണ് എപ്പോഴും റോഡിൽ അതിൻ്റേതായ ഒരു വാല്യൂ കിട്ടുന്നത്. ഓടിക്കാൻ ഇപ്പോഴുള്ള, അതായത് കാറ് ഡ്രൈവ് ചെയ്യുന്നതാണെങ്കിൽ ഇത് ശരിക്കും മാനുവൽ കാറാണ്. സ്റ്റിയറിംഗ് പവറല്ല. നമ്മുടെ ഇപ്പോഴത്തെ ലോറിയൊക്കെ, നാട്ടിലെ ലോറിയൊക്കെ ഓടിക്കുന്ന പോലെയുള്ള ഒരു ഫീലാണ്. ഒരു ടേണൊക്കെ എടുക്കണമെങ്കിൽ ഒരുപാട് പിന്നെ അതിന് ശ്രമങ്ങൾ വേണം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ പുതിയ കാറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഈ വണ്ടിയോടാണ് കൂടുതലായിട്ട് താല്പര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസിക് കാറുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. എത്രയും പഴയത് കൊണ്ട് നടക്കുക. ഈവൻ ഞാൻ എൻ്റെ വീട്ടിലായാലും ഇപ്പോൾ ഒരു റൂം വേറെ തന്നെ വിൻറ്റേജ് ആയിട്ട്. താങ്ക് യു വെരി മച്ച് മാൻ. താങ്ക്സ്, ബൈ ബൈ. ഇതാണ് സ്ഥിതി. ഇപ്പം കണ്ടില്ലേ, നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ദേ വിൽ അപ്രീഷിയേറ്റ്. അമേസിങ്, ബ്യൂട്ടിഫുൾ. ഇത് കേൾക്കാനേ സമയം ഉണ്ടാവുള്ളൂ. കൈ എപ്പോഴും ഒന്ന് പൊക്കി ഇങ്ങനെ ആയി പറഞ്ഞുകൊണ്ടിരിക്കണം. അതായത് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ വിൻറ്റേജ് എന്ത് തന്നെയാലും എനിക്കിഷ്ടമാണ്. ക്ലാസിക് കാറുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു. ഇന്ന് 6ഓളം ക്ലാസിക് കാറുകളാണ് ദുബായിലെ വീട്ടിലുള്ളത്. തനിക്കിരിക്കാൻ സ്ഥലമുണ്ടോ എന്നതല്ല, തന്റെ വാഹനങ്ങൾ വീട്ടിൽ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ടോ എന്നാണ് എപ്പോഴും ചിന്തിക്കാറുള്ളതെന്ന് മറ്റുള്ളവർ തന്നെ കളിയാക്കാറുണ്ടെന്ന് ചെറുചിരിയോടെ അബ്ദുള്ള നൂറുദ്ദീൻ പറയുന്നു. ഞാൻ ഈ വീട് ഇപ്പോഴും വേറൊരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ് അബുദാബിയിൽ ഒരു ഐലൻഡിൽ. കാരണം കാറ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ ആൾ കൂടുന്നില്ല, പക്ഷേ വണ്ടിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അതും വണ്ടി എന്ന് പറഞ്ഞാൽ പഴയ വണ്ടിയുടെ എണ്ണമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാനിവിടെ ലിഫ്റ്റ് വെച്ചു.
2 കാറിന് 2 ലിഫ്റ്റ് വെച്ചു, 4-5 കാറ് കൊള്ളുന്ന വിധത്തിലായി. പക്ഷേ എന്നിട്ടും ഇത് പോരാന്ന് വന്നപ്പോഴാണ് വീട് മാറുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. ഇത് എല്ലാ ആളുകളും സാധാരണ പൊതുവെ എല്ലാവരും എന്താ ചെയ്യുന്ന വീട്ടിൽ അംഗങ്ങൾ കൂടുമ്പോഴാണ് വീട് മാറുക, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മാറിപ്പോകാൻ. എന്നെ സംബന്ധിച്ചോളം നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. എന്തായാലും ദിസ് ആർ ഓൾ ഒരു വൺ കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുള്ളൂ, മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാതെ വരുമ്പോൾ വീടങ്ങ് മാറ്റും. അത്രമേൽ ക്ലാസിക് വാഹനങ്ങളോട് കമ്പമുള്ള മറ്റൊരാൾ ഉണ്ടോ എന്ന് പോലും നാം ചിന്തിച്ചു പോകും. മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒത്തുചേരുമ്പോൾ തന്റെ പ്രായവും അവരോളം ചെറുതാകുമെന്നാണ് വ്യവസായത്തിനൊപ്പം കുടുംബത്തെയും ചേർത്ത് പിടിക്കുന്ന അബ്ദുള്ള നൂറുദ്ദീന്റെ കണ്ടെത്തൽ. കുടുംബത്തോടൊപ്പം അത്രയേറെ സന്തോഷത്തോടെ ഇന്നും ഈ ദുബായ് നഗരവീഥികളിലൂടെ യാത്ര ചെയ്യാൻ ഇദ്ദേഹത്തെ കൂടുതൽ പ്രേരിപ്പിക്കുന്നത് കാറുകളോടുള്ള കമ്പം തന്നെയാണ്. തന്റെ വളർച്ചയ്ക്കൊപ്പം കൂടെയുള്ളവരെയും അബ്ദുള്ള നൂറുദ്ദീൻ ഒപ്പം കൂട്ടി. വലതുകൈ കൊടുക്കുന്നത് ഇടതുകൈ അറിയരുതെന്ന് കുഞ്ഞുനാളിൽ ഉമ്മ ചൊല്ലിപ്പഠിപ്പിച്ചത് ജീവിതത്തിലുടനീളം പാലിക്കുന്നുണ്ട് ഈ മനുഷ്യസ്നേഹി. ഞാൻ നാട്ടിലുള്ള സമയത്ത്, നമ്മൾ ചെറുപ്പത്തിലുള്ള സമയത്ത് എൻ്റെ ഉമ്മ പല ആളുകൾക്കും ഉപകാരം ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. അത് അന്നൊക്കെ 10 രൂപയാണ് കൊടുക്കുക. അത് അയൽവക്കത്തായാലും വീട്ടിൽ വരുന്ന ആളുകളായാലും എല്ലാം ഞാനാണ് അത് സൈക്കിൾ എടുത്തിട്ട് എല്ലാ വീട്ടിലും എത്തിച്ചു കൊടുക്കുന്നത്. അതൊന്നും നമ്മളെടുത്താരും ഇങ്ങോട്ട് വരണ്ട, ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാവും. ഒരു വർഷത്തിൽ നോമ്പിൻ്റെ സമയമാകുമ്പോഴേക്ക് അല്ലാതെയും ചെയ്യുന്നുണ്ടെങ്കിൽ നോമ്പാകുമ്പോഴൊരു ലോങ് ലിസ്റ്റ് തന്നെ ഉണ്ടാവും. ആ ലിസ്റ്റിൽ ഞാൻ സൈക്കിളും എടുത്ത് ചെറുതിലാണ് പറഞ്ഞ ഒരു 10-18 വയസ്സുള്ള സമയത്ത് എല്ലായിടത്തും കൊണ്ട് നടക്കുന്നത്. അത് അന്ന് മുതൽ ഉമ്മ പഠിപ്പിച്ച ഒരു പാഠമായതുകൊണ്ട് ഇന്നും തുടർന്ന് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് കമ്പ്യൂട്ടറിലും എക്സൽ ഷീറ്റിലും അതിങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ട് ഒരു വർഷമാകുമ്പോഴേക്ക് എവിടെയൊക്കെ എത്തിക്കണം. അത് കൂടാതെ നമ്മുടെ അടുത്ത് പല ആളുകളും സഹായത്തിന് വരാറുണ്ട്, നമ്മളത് ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് മറ്റേ കൈ അറിയാൻ പാടില്ല എന്നുള്ള ഒരു പാഠമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് തന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ സമീപിക്കാറുണ്ട്. അത് പക്ഷേ ചില കേസുകൾ, വലിയ കേസുകളാണെങ്കിൽ അത് ജെന്യൂനാണെന്ന് നോക്കി ഞാൻ അവിടെ ആളുകളെ അയച്ച് എല്ലാം എനിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം ഞാൻ അങ്ങനത്തെ സംഗതി ചെയ്യാറുള്ളൂ. ചെറിയ സംഗതിയാണെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല. വലിയ വീട് വെക്കുന്ന കാര്യം, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ കാര്യം, ഇങ്ങനെയുള്ള സംഗതി വരുമ്പോൾ, അല്ലെങ്കിൽ രോഗബാധിതയായ ഹോസ്പിറ്റലാണ്, ഒരു പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളത് അന്വേഷിച്ച് സത്യസന്ധമായിട്ടുള്ള വാർത്തയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തായാലും നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി ചെയ്തിരിക്കും. അങ്ങനെയാണ് അത് ഇതുവരെ കൊണ്ടുവന്നതാണ്. തന്റെ മുന്നിൽ കൈനീട്ടി എത്തുന്നവരെ ഒരിക്കൽ പോലും മടക്കി അയക്കാറില്ല. അതുകൊണ്ടുതന്നെ UAE മലയാളികൾക്ക് അവരുടെ സ്വന്തം അബ്ദുള്ളക്കയാണ് ഈ മനുഷ്യൻ.